ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാമി ശരണം. എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. എന്തെന്നാൽ ഞാൻ ശബരിമലയിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുകയായിരുന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ കുഞ്ഞിലെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കത്ര ഓർമ്മയില്ല. അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിൽ കാട്ടിലൂടെ നമ്മൾ പോയതായിട്ടൊക്കെ ഉള്ളൊരു അനുഭവമേ ഉള്ളൂ. അല്ലാതെ എനിക്കൊന്നും അത്ര ഓർമ്മയില്ല. ഇപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്. എനിക്കും ഇങ്ങനെ പോകാൻ പറ്റുന്നത് എന്നിങ്ങനെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ 2 പ്രാവശ്യം പമ്പ വരെ പോയി അവിടെ എല്ലാം കണ്ടു. അങ്ങനെ എന്നാലും എനിക്ക് ശബരിമലയിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ശബരിമലയിൽ പോയി. ഞാനും ഹസ്ബൻഡും മോനും മോളുടെ ഹസ്ബൻഡും പിന്നെ അവരുടെ മാവേലിക്കര വീട്ടിലെ അച്ഛനും അമ്മയും ചിറ്റമ്മയും മക്കളും എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കെട്ട് നിറച്ചാണ് പോയത്. അവിടെ മാവേലിക്കര വീട്ടിൽ നിന്നാണ് കെട്ട് നിറച്ച് പോയത്. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, അതുപോലൊരു സന്തോഷമായിരുന്നു. അങ്ങനെ കാട്ടിലൂടെ പോയി. നല്ല ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ 18-ാം പടി കയറിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. കാരണം അത് ഇങ്ങനെ നമ്മൾ ടി വി കൂടെ കാണുന്നതല്ലേ ഉള്ളൂ. നേരിട്ട് കണ്ടപ്പോൾ അതൊരു പുതിയൊരു അനുഭവം പോലെ തോന്നി. അങ്ങനെ 18-ാം പടി കയറി സ്വാമിയെ കണ്ടപ്പോഴേക്കും തൊഴുതുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞറിയാതെ കണ്ണുനീരൊഴുകി. പക്ഷേ അത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എന്താണെന്നറിയില്ല, അതുപോലെ ഒരു ആഗ്രഹമായിരുന്നു. അത് സാക്ഷാത്കരിച്ചതിൻ്റെ ആയിരിക്കും എന്നെനിക്കറിയാം. പിന്നെ ഞങ്ങൾ ഒന്ന് തൊഴുതു. അതുകൂടാതെ പിന്നെ ഒന്നോടെയും വന്ന് തൊഴുത് അവിടെ എല്ലാം ദർശനങ്ങളെല്ലാം കൊച്ചമ്പലങ്ങളിലെല്ലാം ദർശനങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞതോടുകൂടി തിരിച്ചിറങ്ങുന്ന വഴിയും നല്ല വഴിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു കുഴപ്പമില്ല നല്ല മനസ്സോടെ വീട്ടിലെത്തി. നല്ലൊരു ദർശനമായിരുന്നു. ഇനിയും ശബരിമലയിൽ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയും ഞാൻ പറ്റുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നാണ് അവിടെ വെച്ച് തന്നെ തീരുമാനിച്ച് വന്നത്. ഇനിയും പറ്റുമെങ്കിൽ അങ്ങനെ ഒന്നോടെ പോകണം എന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. പോകും, എന്തായാലും പോകാതിരിക്കത്തില്ല, പോകും. സ്വാമി ശരണം, അയ്യപ്പ ശരണം.